ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരു കാര്യം അറിഞ്ഞില്ല എങ്കിൽ ശനീശ്വരൻ എത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരെയും പിച്ചക്കാരനാക്കുവാൻ, അല്ലെങ്കിൽ പിച്ച എടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാകാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ശനീശ്വരൻ്റെ ഈ ഒരു കാര്യം അറിയണം, ഈ ഒരു രഹസ്യം അറിയണം. ഇല്ലെങ്കിൽ അധികം സമയമൊന്നും വേണ്ട. എത്ര സാമ്പത്തിക സ്ഥിതികളും എത്ര ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിലും നിമിഷ നേരം മതി, അധിക സമയമൊന്നും വേണ്ട, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. എത്രയോ ആളുകൾ എൻ്റെ മുന്നിൽ ഇരുന്നിരിക്കുന്നു. അവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. അപ്പോൾ ആ ശനി ഭഗവാന്റെ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ പ്രധാനമായ ഒരു രഹസ്യമുണ്ട്. ഒരാളെ ശനി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, ശനിക്ക് ചെയ്യേണ്ട പരിഹാരങ്ങൾ, രഹസ്യമായ ശിവവിദ്യ, കാലഭൈരവൻ്റെ ഒരു രഹസ്യവിദ്യ എന്ന് വേണ്ട. ആ ശനി പിടിച്ചാൽ കൃത്യം ശിവന് ചെയ്യേണ്ട ചില വഴിപാടുകൾ, ഭദ്രകാളിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്തവർക്ക് ആ ശനി പിടിച്ച സമയങ്ങളിലും അവർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ സാമ്പത്തിക നിലയിൽ വന്നിട്ടുണ്ട്, തകർന്ന് തരിപ്പണമായവർ പോലും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചാൽ, ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് അല്ലെ 25 മിനിറ്റ് അല്ലെ അരമണിക്കൂർ ആയിക്കോട്ടെ, ഒരു സമയമായിരിക്കും ഇത്. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പറഞ്ഞിട്ടോ കേട്ടിട്ടോ കാണുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇപ്പോഴേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാം. എല്ലാവരും അറിയേണ്ട കാര്യമാണ്. അപ്പോൾ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ശനി പിടിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ, ശനിയുടെ ആ ശനിപ്രീതി ഉണ്ടാകാൻ ചെയ്യേണ്ട രഹസ്യ വിദ്യകൾ, ശരനൂൽ വിദ്യ, കാലഭൈരവൻ്റെ ഒരു വിദ്യ, ശനിയുടെ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, എവറിത്തിങ്, ഈച്ച് ആൻഡ് എവരി ആസ്പെക്റ്റ്, ഫുൾ A to Z ഞാൻ പറയുന്നുണ്ട്. ഭാഗ്യം ഉണ്ടാകാൻ, അല്ലെ ശനിയുടെ ഏത് നിറം ധരിക്കുമ്പോഴാണ് ഭാഗ്യം വരുന്നത്, ശിവമന്ത്രം, ശരനൂല് ശ്വാസത്തിൽ ചേർത്തുള്ള ഒരു പ്രത്യേക രീതിയിൽ പ്രയോഗിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കാണുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. ഈ വീഡിയോ മുഴുവൻ കാണുന്നവർ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ഉള്ളവർ വീഡിയോ മുഴുവൻ കാണണം. ഈ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് 1, 2, 3 എൻ്റെ ഒരു ചെറിയ അനുഭവങ്ങളിലൂടെ വാട്സപ്പിൽ കണ്ടതാണ്. അനുഭവങ്ങളിലൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് മിസ് ചെയ്യരുത്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ എത്ര സമ്പന്നരാണേലും സമ്പത്തില്ലാത്തവരാണേലും, അതുപോലെ തന്നെ എത്ര സമ്പത്തില്ലാത്ത നശിച്ചു പോയവരെയും ശനി ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യും. എത്ര സമ്പന്നനെയും ശനി പിച്ചക്കാരനാക്കുകയും ചെയ്യും. അപ്പം അതിന് ശനിയുടെ ചില കാര്യങ്ങൾ, അതിന് ശനിയെ പ്രീതിപ്പെടുത്തുക, അതിന് ശിവൻ്റെ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ കാണാതെ പോകരുത്. നാളെ ഒരിക്കൽ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരുടെ അനുഭവം പറഞ്ഞു, അത് നേരത്തെ ചെയ്തിരുന്നത് നല്ലതായിരുന്നു എന്ന് തോന്നരുത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ മുന്നിൽ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരുന്നെങ്കിൽ, നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ വരുന്നതെങ്കിൽ അതൊരു ഈശ്വര ഹിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പ്രയോജനപ്പെടുത്തുക. ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. വിശകലനം ചെയ്ത് തലമുടി നാരിഴയ്ക്ക് എനിക്ക് ഒരു തൃപ്തികരം തോന്നുന്ന പരിഹാരങ്ങൾ കിട്ടിയിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു രീതി. ഒരുപാട് വർക്കുകളൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നത് എന്നാലാവുന്ന രീതിയിൽ ഏറ്റവും ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അവലംബിക്കുന്ന ഒരു രീതി. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. വർക്കെടുക്കുന്നതിന് മുമ്പേ പറയും. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയത്തായിരിക്കും ഞാൻ നിർത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പറയുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് എൻ്റെ 2-3 അനുഭവം വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം കണ്ടത് പറഞ്ഞിട്ട് ഉടനെ ഞാൻ വിഷയത്തിലേക്ക് വരാം. വീഡിയോ മുഴുവൻ കാണണം. ഈ ശനിയെക്കുറിച്ചുള്ള രഹസ്യ അറിവുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം
ശനി ആരെയും ആർക്കൂട്ടും എത്ര വലിയവനെ ശനി താഴെ ഇറക്കും. അപ്പോൾ ശനിയെക്കുറിച്ച് അറിയണം, ശനിയുടെ രഹസ്യം അറിയണം. അതിനെ തടുക്കാനുള്ള ആ ശനിയുടെ പ്രീതി ഉണ്ടാകാൻ, അല്ലെങ്കിൽ ശനിയിൽ നിന്നുള്ള ആപത്തുകളെ ഇല്ലാതാക്കാനുള്ള ആ രഹസ്യ ശരനൂൽവിദ്യ നിങ്ങൾ അറിയണം. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞേക്കാം. എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ശനിയെക്കുറിച്ചുള്ള കാര്യം അറിയാതെ പോകരുത്, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ തൊട്ടിരിക്കുന്ന ഈ ഭസ്മം കൊട്ടിയൂരപ്പൻ്റെ ഭസ്മമാണ്. കൊട്ടിയൂർ അമ്പലത്തിൽ നിന്നും ആ കൊട്ടിയൂരപ്പൻ്റെ ഭസ്മം അവിടുന്ന് ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്. ആ ഭസ്മമാണ് ഇന്ന് തൊട്ടിരിക്കുന്നത്. സാക്ഷാൽ കൊട്ടിയൂരപ്പൻ്റെ ഭഗവാനെ ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് തൊട്ടതും. അപ്പോൾ എനിക്ക് കൊട്ടിയൂരിൽ നിന്ന് ഒരാൾ ഭഗവാന്റെ ഓടപ്പൂവ് അയച്ചു തന്നു. പിന്നെ ഭഗവാന്റെ ഭസ്മം അയച്ചു തന്നു. ഭഗവാനെ ജലധാര ചെയ്ത ആ പുണ്യതീർത്ഥം അയച്ചു തന്നു. ഭഗവാനെ ആടിയ നെയ്യ് അയച്ചു തന്നു. പിന്നെ ഭസ്മം, ആ ഭസ്മത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ തിരുവപ്പം അത് ഞാൻ കഴിച്ചു. പിന്നെ എനിക്ക് വേണ്ടി ഒരു അർച്ചന ചെയ്തായിരുന്നു. പിന്നെ അഷ്ടബന്ധത്തിൻ്റെ ഒരു പ്രസാദം, അത് ഔഷധമാണ്, കല്ലിൽ ചന്ദനം പോലെ അരച്ച് തൊടാം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അയച്ചു തന്നു. ഇത്രയുമാണ് എനിക്ക് അയച്ചു തന്നത്. അവരെത്ര സന്തോഷത്തോടെ, എത്ര നല്ല മനസ്സോടെ, എത്ര പ്രാർത്ഥനയോടെ, എത്ര കഷ്ടപ്പെട്ട് അത് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അയച്ചു തന്നു. അത്രയും സന്തോഷത്തോടെ, അത്രയും പ്രാർത്ഥനയോടെ ഞാനത് സ്വീകരിച്ചു. അതെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആ ഭസ്മമാണ് തൊട്ടിരിക്കുന്നത്. ഒരുപാട് ശിവഭഗവാൻ ജന്മജന്മാന്തരങ്ങളിലും അവർക്കെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ഈശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു അനുഭവം, ഇനി ഒരു കാര്യം, ഇനി അടുത്ത ഒരു അനുഭവം കൂടെ 2-3 കാര്യമുണ്ട്, അവിടെ പറഞ്ഞിട്ട് പെട്ടെന്ന് വീഡിയോയിലേക്ക് വന്നേക്കാം. അപ്പോൾ പൂനെയിൽ നിന്നും ഒരു മലയാളി വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. അവരുടെ മക്കളുടെ പഠിത്ത കാര്യത്തിന് വേണ്ടി കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യം നല്ല തുക ആയിരിക്കണം പറയുന്നത് മനസ്സിലാക്കിയത്. ഒരാളോട് കടം വാങ്ങി അത് പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. അപ്പോഴവർ ഭദ്രകാളിയുടെ ഞാൻ പറഞ്ഞ ഒരു വിദ്യ ചെയ്തു. അവർക്ക് ആ പണം വേറൊരാൾ കൊടുത്ത് സഹായിച്ചു. അതിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അവരിട്ടു. അവർക്കും ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെന്നോട് പറഞ്ഞതിലും അതൊരു വലിയ ഗുരുത്വമാണ്. കാരണം ഞാൻ എൻ്റെ നാവുകൊണ്ട് പറഞ്ഞ വിദ്യകളാണതല്ല. വളരെ സന്തോഷം. എൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മൂന്നാമതായിട്ട് ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. മൂന്നാമതായിട്ടൊരു കാര്യം, ഒരു പയ്യൻ ഗൾഫിന് ചെന്ന് അവിടെ ചെന്നപ്പോൾ ആ പറഞ്ഞ ശമ്പളം കൊടുക്കാൻ വേണ്ടി അവരുമായിട്ട് ആ ഓണറുമായിട്ട് ഒരു വിഷയങ്ങളുണ്ടായി. അപ്പം അവിടെ നിന്ന് മാറണ്ട, അപ്പോൾ വേറൊരാൾ അവരെ തന്നെ സഹായിച്ചു. വേറൊരു സ്ഥാപനത്തിൽ പോയി നല്ല ജോലി ആകുകയും ശമ്പളമൊക്കെ ശരിയാകുകയും ചെയ്തു. അത് ഭദ്രകാളിക്ക് കടുംപായസവും ശിവന് ശനിയാഴ്ച വൈകിട്ട് നെയ്വിളക്കും കൂവളത്തിലർച്ചനയും ഞാൻ പറഞ്ഞത് അത് സമർപ്പിച്ച് അവർ വലിയ മാറ്റത്തിലേക്ക് വന്നു. അവരും അവരുടെ ഒരു സന്തോഷം പറഞ്ഞു. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു സന്തോഷമാണ്. പിന്നെ തുമ്പപ്പൂ ശിവഭഗവാന് വൈകുന്നപാട് സമർപ്പിച്ചു. കേസ് ഉണ്ടായിരുന്നത് അത് അവർക്ക് ഒരു നല്ല രീതിയിൽ ആ കേസ് അനുകൂലമാകാനും ഒക്കെ സാധിച്ചു. ആ ശിവഭഗവാൻ അനുഗ്രഹത്താൽ അത് തുമ്പപ്പൂ സമർപ്പിച്ചാണ്. തുമ്പപ്പൂ സമർപ്പിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഈ നാവ് കൊണ്ട് തന്നെ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ പറഞ്ഞ ആ കാര്യമാണ് അവർ ചെയ്തത്. അതിൻ്റെ നന്ദി അവർ വാട്സപ്പിൽ അറിയിക്കുന്നു. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷമാണ്. എല്ലാവർക്കും ദൈവം എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. എല്ലാം നല്ല കാര്യങ്ങളാണ്. എന്തു ചെയ്തിട്ടും മാറ്റമില്ലാതെ ഇതിനപ്പുറത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ ഭഗവാൻ, അതിനപ്പുറത്തൊരു കാര്യമില്ല. അങ്ങനെയുള്ള ഏറ്റവും ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ശനി, നവഗ്രഹങ്ങളിൽ ശനിയെയാണ് ശനി ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ശനീശ്വരൻ. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈശ്വരൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എടുക്കാനും കൊടുക്കാനും ശക്തിയുണ്ട്. അതാണ് ഈശ്വരൻ. എന്തിനും ശക്തിയുണ്ട്. ഇത് അൾട്ടിമേറ്റാണ്. ഇത് സെനത്ത് പവറാണ്. അതുകൊണ്ടാണ് നവഗ്രഹങ്ങളിൽ ശനിയെ മാത്രമാണ് ഈശ്വരൻ, പേരിൻ്റെ കൂടെ ശനീശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനി വളരെ പവർഫുള്ളാണ്. എത്ര ഉയർച്ചയുള്ളവനെയും താഴെ കൊണ്ടുവരാനും
എത്ര താഴ്ചയിലുള്ളവനെ ഉയരെ കൊണ്ടുവരാനും ശനിക്ക് സാധിക്കും. ശനി തിരിച്ചടികൾ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് കൊടുക്കുവാൻ കഴിവുള്ളതാണ്. നമ്മളുടെ കർമ്മം അനുസരിച്ച് നമ്മൾ എപ്പോഴൊക്കെ ചെയ്ത തെറ്റുകൾക്കും കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ജന്മശനി ഈ സമയങ്ങളിൽ ശനി തിരിച്ചടിക്കും. ആ സമയത്ത് നമ്മൾക്കിടെ എല്ലാ കഴിവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാകും. എല്ലാ സഹായങ്ങളും, എത്ര വലിയ പ്രമുഖനാണേലും സഹായങ്ങൾ കിട്ടാതാകും. നമ്മുടെ ആ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല, നമ്മളെ പെടുത്തിക്കളയും. അപ്പോൾ ശനി പിടിക്കുമ്പോൾ പ്രധാനമായിട്ടും അറിയാവുന്ന ചില ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പെട്ടെന്ന് ധനനഷ്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പലയിടത്തും ഒരു പിന്നോക്കം പോകേണ്ട ഒരു സാഹചര്യം, എത്ര ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാലും നമ്മൾ പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം. അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ, അതുപോലെ നമുക്ക് ചെറിയ ചെറിയ അപകടങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ, തൊടുന്നിടത്തെല്ലാം തിരിച്ചടി ഉണ്ടാവുക. അങ്ങനെ ഒരു സമയം ഉണ്ടാകുമ്പോഴേ വിചാരിച്ചോണം ശനി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോണം. പിന്നെ ധാരാളം സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഒന്നൊഴിയുമ്പോൾ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരിക്കും. തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകാം, ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടാം. ഇപ്പോൾ ഏഴരശനി, കണ്ടകശനി അതുപോലുള്ള സമയങ്ങളിലൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. ആ സമയത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയൊരു തൊഴിൽ ലഭിക്കാനോ ഒക്കെ ചിലപ്പം ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ തൊഴിൽപരമായ ഒരു ഇടവേള തന്നെ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് എനിക്കറിയാവുന്നവരോട് പറയാറുണ്ട്, ഈ ഏഴരശനി സമയങ്ങളിലൊക്കെ നിങ്ങൾ തൊഴിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കുക. ആ സമയത്ത് ഒരു തൊഴിൽ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് അടുത്തൊരു തൊഴിൽ കിട്ടണമെന്നില്ല. അപ്പം ലോണോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണ് പെട്ടുപോകും. കാരണം കുടുംബം, ലോണ് കാര്യങ്ങളൊക്കെ വലിയ വലിയ സാമ്പത്തിക ബാധ്യതകളുള്ളവരാണ് പെട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ ജോലിയിൽ പിടിച്ചു നിൽക്കുക എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ശനിയെ വരുതിയിൽ കൊണ്ടുവരാനും ചില വിദ്യകളുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആ സിദ്ധമാർഗത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സിദ്ധന്മാരെയും അല്ലെങ്കിൽ ശൈവ സിദ്ധന്മാരെയും എല്ലാത്തിനുള്ള വിദ്യകളുണ്ട്. അപ്പോൾ ശനിയെ അതിന് ഉള്ള ചില ശരനൂൽ വിദ്യകളുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യ ഞാനിപ്പം പറയാം. എന്നിട്ട് കുറച്ചുകൂടെ ശനിയെക്കുറിച്ച് പറഞ്ഞുതരാം. 1-2-3 വിദ്യകൾ പറയാം. എന്നിട്ട് ശനിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ ശനി, ഇപ്പോൾ ഏഴരശനി ആയിക്കോട്ടെ, കണ്ടകശനി ആയിക്കോട്ടെ, ജന്മശനി ആയിക്കോട്ടെ, അഷ്ടമശനി ആയിക്കോട്ടെ, ഏത് സമയങ്ങളിലും നിങ്ങളുടെ ശനി പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ശനി പിടിച്ചു എന്നറിയാൻ വളരെ എളുപ്പമാണ്, ആരോടും ചോദിക്കാതെ അറിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അടുത്ത് ഒരു പയ്യനുണ്ട്. അവൻ്റെ കൂടെ ആര് ചേർന്നാലും ഞങ്ങൾ തമാശന് പറയാറുണ്ട്, അവനെ ശനി പിടിച്ചിരിക്കുക, സംശയമില്ല. കാരണം ഏറ്റവും കഷ്ടകാലത്തിൽ പോകുന്ന ഒരു പയ്യനാണ്. ഒരു തമാശന് വേണ്ടി പറയുന്നത്, അതിൻ്റെ അത് കാര്യമൊന്നുമില്ല. ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ്, ശനി ഒരാളെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അവന് സർവത്ര കഷ്ടകാലമായിരിക്കും. അതിൻ്റെ സംശയമൊന്നും വേണ്ട. ഏഴരശനിയോ കണ്ടകശനിയോ ജന്മശനിയോ ഏത് ആണേലും ഒരു കഷ്ടകാലം തന്നെയായിരിക്കും. ശനിദശയോ എന്തോ ആയിക്കോട്ടെ, അല്ലേ ശനി പിന്നെ ഏതെങ്കിലും ദശയുടെ അപഹാരത്തിൽ വരികയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും മിക്കവാറും. അപ്പോഴേ അത് ആ ശനി പിടിക്കുന്ന ആൾക്ക് പെട്ടെന്നറിയാൻ പറ്റും. അപ്പോൾ ഈ ശനി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ സത്യമായിട്ട് പറയുന്നു, ശനി വരുതിയിൽ വരും. അല്ലെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. കാരണം ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് ശനിദശയിലെല്ലാം ശനിദശയല്ല, ഏഴരശനി സമയത്ത്, ശനിദശയിലല്ല, ഏഴരശനി സമയത്ത് ശനി അതായത് 2-ൽ നിൽക്കുമ്പോൾ സർവ്വതും നഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് ഇന്ന് സ്വന്തമായി ബിസിനസ് ഉയർച്ച വന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സത്യമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ശനിയെ ഭയപ്പെടേണ്ടതില്ല. ശനി നല്ല ഒരു ഈശ്വരൻ തന്നെയാണ്. ശനി ധർമ്മമുള്ളതാണ്, സത്യമുള്ളതാണ്. ശനി അതുപോലെ കൊടുക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് ശനിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പ്രശ്നം. അപ്പം ശനിയെ അനുകൂലമാക്കാൻ ചില രഹസ്യ വിദ്യകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ആ ശിവഭഗവാന്റെ ഒരു കാര്യമാണ്, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ജലധാര, കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന, നെയ്വിളക്ക് സമർപ്പിക്കുക. വൈകുന്ന പാടി ശിവക്ഷേത്രത്തിൽ കൂവളത്തിലെ അർച്ചനയും മൃത്യുഞ്ജയ അർച്ചനയും ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ കൊടുക്കുക. നെയ്വിളക്ക് സെപ്പറേറ്റായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക ശിവഭഗവാനോട്. ഇത് ശനിയാഴ്ചകളിൽ ആവർത്തിക്കുക. ഇതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. വെച്ചാൽ ശനി
ഒരു തരത്തിലും നിങ്ങളെ യാതൊരു തരത്തിലും നിങ്ങൾക്ക് യാതൊരു ഉപദ്രവങ്ങളും ഉണ്ടാക്കത്തില്ല. ആ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച, അഭിവൃദ്ധി നൽകിക്കൊണ്ടേയിരിക്കും. ഇത് കൃത്യമായിട്ട് ശനിയാഴ്ചകളിൽ നിങ്ങൾ ആവർത്തിച്ച് പോവുക, രാവിലെയും വൈകിട്ടും. കാരണം ഇത് പറയാൻ കാര്യം, ഈ ശനി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. അതാരെയും പിടിക്കും ശനി. അവിടെയാണ് അതിൻ്റെ ഒരു രഹസ്യം കിടക്കുന്നത്. ശിവനെ വരെ ശനി ബാധിച്ചതായിട്ടാണ് പുരാണങ്ങളിൽ പറയപ്പെടുക. ആരെയും പിടിക്കും ശനി. ശനിയെ സത്യമുള്ള ഈശ്വരനാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ അതിന് ചില പ്രതിവിധികൾ ചെയ്താൽ നമ്മളെ വലുതായിട്ട് ബാധിക്കത്തില്ല. മാത്രമല്ല ശനി വലിയ ഐശ്വര്യങ്ങളും തരും. അപ്പോൾ ഇത് നിങ്ങൾ ശനിയാഴ്ചകളിൽ ചെയ്യുക. എനിക്കറിയാവുന്ന ഒരാൾക്ക് ഏഴര ശനി ബാധിച്ചപ്പം ഈ ഏഴര ശനി എല്ലാ കണ്ടകശനി ആയിക്കോട്ടെ, ഏഴര ശനി ആയിക്കോട്ടെ, ജന്മശനി ആയിക്കോട്ടെ, അഷ്ടമശനി ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയാണ്. ഇനി ഏഴര ശനി ബാധിച്ച സമയത്ത് എനിക്കറിയാവുന്ന ഒരാൾ, അദ്ദേഹം ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് തൊഴിലുകൾ ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ അവർ വർക്ക് ചെയ്യുന്ന അത്ര കഴിവുള്ള ആളാണ്. ആ ആൾക്ക് സർവ്വതും നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടായി. 100 രൂപ പെട്രോളിന് പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു കയറുന്നു ഏഴര ശനി പിടിച്ചപ്പോൾ. മാത്രമല്ല സർവത്ര മനസ്സിന് ടെൻഷൻ, ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം പരാജയം, കിട്ടാമെന്ന് പറയുന്ന വർക്കുകൾ പോലും കിട്ടുന്നില്ല. മൊത്തം തുടരെ പരാജയങ്ങളെന്ന് പരാജയങ്ങൾ. മാത്രമല്ല ഈ ഏഴര ശനി സമയത്ത് വാഹനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അതിൻ്റെ കണ്ടീഷൻ എപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം എന്നാണെന്നറിയാമോ? ഈ ഏഴര ശനി സമയത്ത് ശനി വന്ന് വണ്ടി മറിച്ചിടുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഏഴര ശനി സമയത്ത് നമുക്ക് തുടർച്ചയായി പല പരാജയങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ നമ്മളുടെ ശ്രദ്ധ നമ്മുടെ തൊഴിൽ കാര്യത്തിൽ നിൽക്കത്തില്ല, സാമ്പത്തിക കാര്യത്തിൽ നിൽക്കത്തില്ല, കുടുംബകാര്യത്തിൽ നിൽക്കത്തില്ല. അങ്ങനെ തുടർച്ചയായ പരാജയങ്ങൾ ശനി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകുന്നതുകൊണ്ട്, നമ്മുടെ മനസ്സ് പോകുന്നതുകൊണ്ടാണ് ഇതിലെല്ലാം പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പം വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഏഴര ശനി സമയത്തൊന്നും അതിനൊന്നും ശ്രദ്ധ കൊടുക്കത്തില്ല. അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കത്തില്ല. അതിനനുസരിച്ച് അത് വലുതാകും. അപ്പോൾ ഞാൻ ഏഴര ശനി സമയം ഉള്ളതോടൊപ്പം പലരോടും പറയാറുണ്ട്, നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് വണ്ടിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ബ്രേക്ക് മറ്റു കാര്യങ്ങൾ ഒക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ അത് വളരെ ഗുണം ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏഴര ശനി സമയത്തോ അല്ലെങ്കിൽ കണ്ടകശനി സമയത്തോ ഒക്കെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴിപ്പോൾ ഒരു നട്ടലിനൊരു ക്ഷതം പറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ചില ഒരു ക്ഷതങ്ങൾ അത് ജീവിതത്തിലുടനീളം അതിൻ്റെ ഒരു കോൺസിക്വൻസ്, ഒരു പരിണിത ഫലം ജീവിതത്തിലുടനീളം അത് ബാധിക്കുക. അത് പെട്ടെന്ന് അങ്ങനെ പോകണമെന്നില്ല. അതിൻ്റെ ഒരു റിസൾട്ട് ജീവിതം മുഴുവൻ ചിലപ്പം ബാധിക്കാം. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ശിവനി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരാളോട് ഇതുപോലെ വണ്ടിയുടെ കാര്യം ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അയാൾ എന്നെ ഓഫീസിൽ വന്ന് ഇങ്ങനെ കൈവപ്പി, വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു. അയാളെ വണ്ടിയിൽ പോരുന്ന അപകടം ഉണ്ടായേനെ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഏഴര ശനി സമയത്ത്. അത് കണ്ടക ശനി സമയത്തും ഉണ്ടാകാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏഴര ശനി സമയത്ത്, പ്രത്യേകിച്ച് ശനി 2 നിൽക്കുമ്പോൾ വാഹനം വളരെ, അതുപോലെ കണ്ടക ശനിക്ക് ശനി 7 നിൽക്കുമ്പോഴും വാഹനം ശ്രദ്ധിക്കണം. എങ്കിൽ പോലും 2 നിൽക്കുമ്പോൾ ഒരു വാഹനാപകടങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളത് ചില അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക ശനിയാഴ്ച. പിന്നെ നിങ്ങൾ പക്കനാൾ തോറും ശിവഭഗവാന് രാവിലെ പാൽപ്പായസം, ജലധാര, മൃത്യുഞ്ജയ അർച്ചന, കുവളത്തിലെ അർച്ചന, നെയ്വിളക്കത്ത് ചെയ്യുക, ആവർത്തിക്കുക. കാരണം ഈ ശനിക്കൊരു സത്യമുള്ളതുപോലെ തന്നെ ശിവനും ഒരു സത്യമുണ്ട്. അതുകൊണ്ടാണ് ശിവൻ മഹാദേവനായത്. ശിവൻ അസുരനെയും ദേവന്മാരെയും എല്ലാം ഒരുപോലെ കാണുന്നത്. അതായത് പാലാഴി കടഞ്ഞപ്പോൾ ദേവന്മാർ അമൃത കൈക്കലാക്കിയപ്പോൾ ശിവഭഗവാൻ അവർക്ക് പക്ഷപാതമില്ലാതിരിക്കാൻ അസുരന്മാർക്ക് മൃതസഞ്ജീവനി വിദ്യ കൊടുത്തു. അതെന്തുകൊണ്ടാണെന്നറിയോ? ശിവഭഗവാന് പക്ഷപാതമില്ല, അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് എല്ലാവരും സേവനും അസുരനും ഒരുപോലെ. അദ്ദേഹം നീതിയാണ്, ധർമ്മമാണ്. അദ്ദേഹത്തിന് അസുരനോ ദേവനോ അദ്ദേഹത്തിന് പക്ഷാപാതങ്ങളില്ല, അദ്ദേഹത്തിന് ജന്മങ്ങളില്ല. അദ്ദേഹം നീതി, സത്യമാണ് ശിവൻ. അതാണ് സത്യം ശിവം സുന്ദരം എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ സത്യത്തോടെ, നിങ്ങൾ ധർമ്മത്തോടെ ശിവനെ വിളിക്കുകയാണെങ്കിൽ ശിവൻ നിങ്ങളെ സംരക്ഷിച്ചിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളും അങ്ങനെ തന്നെയാണ്. ശിവൻ തപസ്വിയും ശിവൻ്റെ ഗുണങ്ങൾ പറയുന്നതുകൊണ്ട് ശിവനെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. എല്ലാ ദൈവങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശനിയെപ്പോലെ തന്നെ ഒരു വലിയ ഒരു സത്യത്തെ, ആ തപസ്സിനെ പിന്തുടരുന്ന ആളാണ് ശിവനും. ശനി കർമ്മമാകുന്ന തപസ്സാണ് കൃത്യമായിട്ട് ചെയ്യുന്നതെങ്കിൽ ശിവൻ
ആ ഭഗവാൻ തന്നെ എപ്പോഴും തപസ്സിലാണ്. അതുകൊണ്ട് ശിവന് ചില കാര്യങ്ങൾ ചെയ്താൽ ശനി ദോഷം വലുതായിട്ട് ബാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ശിവന് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി ചെയ്യുക, അതും വെള്ളിയാഴ്ച രാവിലെ ചെയ്യണം, ആവർത്തിക്കണം. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന് നിങ്ങൾ വ്യാഴാഴ്ച നെയ്വിളക്ക് തെളിയിച്ചു കരഞ്ഞു പ്രാർത്ഥിക്കുക രാവിലെ. ഈ ശനിദശയിൽ അല്ലെ ശനിയുടെ അപകാരങ്ങളിൽ ഭഗവാൻ കൃഷ്ണനും ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും. അങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. ശിവന് മാത്രമല്ല, ഭദ്രകാളി, ശിവൻ, കൃഷ്ണൻ, അങ്ങനെ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് ഇന്ന് വലിയ നിലയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞത് ശനി തകർത്ത ആളുകൾ സാധിക്കും. പിന്നെ ശിവക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ അന്നദാനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തുക. ശനിയാഴ്ച അന്നദാനം ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന നല്ലതാണ്. വ്യാഴാഴ്ച അന്നദാനം കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുന്ന നല്ലതാണ്. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഭദ്രകാളി ക്ഷേത്രത്തിൽ അന്നദാനം കൊണ്ട് ചെയ്യുന്ന നല്ലതാണ്. ശനി നിങ്ങൾക്ക് അനുകൂലമാകും. നിങ്ങൾക്കെല്ലാം തരും ശനി, നിങ്ങളെ തൊടത്തില്ല. ചെറിയ രീതിയിൽ അങ്ങ് പോന്നു പോകും. പിന്നെ ഈ ശനി പിടിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഞരമ്പ് സംബന്ധമായ ചില ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ, പെടലിക്ക് ഇവിടെ വേദന, അല്ലെ ഞരമ്പിന് അവിടെ വേദന, അല്ലെ ശാരീരികമായ ചില കാര്യങ്ങൾ ചിലർക്ക് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ നിർബന്ധമില്ല, അത് ചില ലക്ഷണങ്ങൾ അങ്ങനെ കാണാറുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ചെയ്താൽ, അപ്പം പിന്നെ നിങ്ങളുടെ ഇടത്തു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശിവ ശിവ ഓം നമ ശിവായ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുക. ഇടത്തു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച്. ശനി നിങ്ങളെ തൊടത്തല്ല. ഇത് ശരനൂൽ വിദ്യ. അത് കുളി കഴിഞ്ഞ് ഉടനെ അത് ചെയ്യുക. ഒരു 3 മിനിറ്റ് അല്ല 3 തവണയെങ്കിലും ചെയ്താൽ മതി. കൂടുതൽ സമയമൊന്നും ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഈ ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ദിക്കറിയാൻ പറ്റുമെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് മനസ്സിൽ ശിവ ശിവ ഓം നമ ശിവായ എന്ന് ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഒരു 3 തവണ ജപിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കണം. ഈ ദിക്കറിയാമെങ്കിൽ ഏത് ദിക്കിലോട്ട് ദിക്കറിയാൻ വയ്യെങ്കിൽ ഏത് ദിക്കിലേക്ക് നോക്കി ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല. വടക്ക് ദിക്കിലേക്ക് അറിയാമെങ്കിൽ നോക്കി ജപിക്കുക, അല്ലെങ്കിൽ ഏത് ദിക്കിലേക്ക് നോക്കി ജപിക്കുക. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക വെറുതെ ഇരിക്കുമ്പോൾ. രാവിലെ കുളി കഴിഞ്ഞ ഒന്നും ചെയ്യുക, വൈകിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുക. ഇനിയും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് തെക്ക് ദിക്കിലേക്ക് നോക്കി ശിവ ശിവവും നമശിവായ എന്നുകൂടെ വാ കൊണ്ട് ഉച്ചരിച്ച് ജപിക്കുക. ശനി നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കത്തില്ല. വളരെ ചെറിയ ഒരു രീതിയിൽ, ശനി സത്യമുള്ള ഈശ്വരനാണ്, ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളെല്ലാം നിങ്ങളെ ബാധിച്ചിട്ട് അങ്ങ് പോകും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് വലിയ സമ്പത്തും ഐശ്വര്യങ്ങളും നൽകും. കാരണം ശനിദശയിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്, തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, സ്ഥലവും ഭൂമിയും ഇല്ലാതായവരുണ്ട്. എത്രയോ അനുഭവങ്ങൾ എനിക്കറിയാം. 10 വർഷത്തിലേറെ, 10,000-ലേറെ എത്രയോ കൈരേഖകൾ, ഗ്രഹനിലകൾ ഒക്കെ പരിശോധിച്ചാൽ, സംഖ്യാജ്യോതിഷം ഒക്കെ പരിശോധിച്ചാൽ എത്രയോ അനുഭവങ്ങൾ. പക്ഷെ ശനിക്ക് അതിന് സാധിക്കും. അതുകൊണ്ടാണ് ശനിയെക്കുറിച്ച് നിങ്ങൾ അറിയണം. ശനി ബാധിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ അറിയണം, അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ അറിയണം. ശനിയെക്കുറിച്ച് ശരിക്കും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ശനി സത്യമുള്ള ഈശ്വരനാണ്. അത് പറഞ്ഞുതരാം. ശനി കൃത്യനിഷ്ഠ പാലിക്കുന്നവരെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. നിങ്ങളൊരു ജോലിക്ക് പോകുന്നു, നിങ്ങളെ കൃത്യസമയത്ത്, നിങ്ങളെ ശമ്പളം കൂടുതലോ കുറവോ ആയിക്കോട്ടെ, കുറവ് ശമ്പളമാണെങ്കിൽ കൂടുതൽ ശമ്പളമുള്ളിടത്ത് പോകണം. ആ ജോലി ഉഴപ്പുമല്ല വേണ്ടത്. നിങ്ങളൊരു 9 മണിയെങ്കിൽ 9 മണിക്ക് ജോലിക്ക് കയറുന്നു, അങ്ങനെ ആ ജോലിയോടൊരു നേരെ കൃത്യനിഷ്ഠ പാലിക്കുന്നവരെ ശനി തൊടത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ ശനി നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ആ ഭയവും ഭക്തിയും അവരോടുള്ള കടമകൾ നിറവേറ്റുകയാണെങ്കിൽ ശനി നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ശനി നിങ്ങളെ തൊടത്തില്ല. അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന് പറയുന്നത് സത്യമുള്ളതാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അത് ശനിയുടെ ഒരു രഹസ്യമാണ്. പിന്നെ നിങ്ങൾക്കൊരു ഉപാസന ഉണ്ടെങ്കിൽ, കൃത്യമായ ഒരു സത്യസന്ധമായ ഒരു ഉപാസന ഉണ്ടെങ്കിൽ ശനി നിങ്ങളെ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് നല്ല ഐശ്വര്യങ്ങളെ തരത്തുള്ളൂ. നിങ്ങൾക്കത് സത്യസന്ധമായ ഉപാസന ആയിരിക്കണം. മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെ മറ്റുള്ളവരോട് കുറേ പ്രസംഗിക്കുകയോ ഒന്നുമല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യസന്ധമായ ഉപാസനയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ളത് സത്യസന്ധമായ പ്രാർത്ഥനയാണെങ്കിൽ, അതിനൊരു സത്യമുണ്ടെങ്കിൽ ശനി നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. നിങ്ങൾ അന്നദാനം ചെയ്യുന്നു, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, അശരണരെ സഹായിക്കുന്നു, ഇപ്പം മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്നു. അത് ഓരോ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരെ സഹായിക്കുന്നു. നിങ്ങൾക്കൊരു സത്യമുണ്ടെങ്കിൽ ശനി നിങ്ങൾക്ക് വലിയ സമ്പത്തും ഐശ്വര്യം തരും. പിന്നെ ഈ ശനി പിടിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക്
ഈ നവഗ്രഹ പ്രതിഷ്ഠ ഉള്ളിടത്ത് പോയി ഒരു എള്ളെണ്ണ സമർപ്പിക്കാം, ശനീശ്വരന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, വലിയ ഐശ്വര്യങ്ങളുണ്ടാകും. അത് ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശനി പിടിക്കുന്ന അല്ലെങ്കിൽ ശനിയുടെ സ്വാധീനമുള്ള സമയങ്ങളിൽ കാലഭൈരവൻ്റെ മന്ത്രം ഗായത്രി ജപിച്ചാലും വലിയ മാറ്റം വരും. ഓം കാലകാലായ വിദ്മഹേ കാലാതീതായ ധീമഹി തന്നോ കാലഭൈരവ പ്രചോദയ. ഇത് രാവിലെ ഒരു 3 തവണ കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ജപിക്കുക. ഈ മന്ത്രത്തിന് മുമ്പും പിമ്പും ശിവായ നമഃ ജപിക്കണം. ഇങ്ങനെ ചെയ്താൽ ശനീശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കും. ശനിയുടെ ഗുരു കാലഭൈരവനായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ളവരെ ശനി അനുഗ്രഹിക്കത്തേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ശനി എന്താണ്, ശനി എന്നുള്ള കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇനി നീല നിറം കൂടുതലായിട്ട് ഉപയോഗിച്ചാലും ശനിപ്രീതി ഉണ്ടാകുന്നതായിട്ട് അനുഭവത്തിൽ മനസ്സിലായിട്ടുണ്ട്. നീല നിറം, കറുപ്പും ശനിയുടെ തന്നെയാണ്, പക്ഷേ അനുഭവത്തിലെ കാര്യമാണ് പറഞ്ഞത്. നീല നിറം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ശനിപ്രീതി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശനിയുടെ ചില രഹസ്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. പക്ഷെ ഇതെല്ലാം ഒരാൾ ചെയ്യണമെന്നല്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം. നിങ്ങൾക്കിപ്പോൾ ശിവന് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളെങ്കിൽ ശിവന് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഭദ്രകാളിക്ക് ചെയ്യാൻ പറ്റുന്ന ഭദ്രകാളിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൃഷ്ണനെ ചെയ്യുന്നെങ്കിൽ കൃഷ്ണന് ചെയ്യുക. പക്ഷേ ആർക്ക് ചെയ്താലും അതിൻ്റെ കൂടെ ശിവനും കൂടെ ചെയ്യണം ശനിദശ. പിന്നെ ചിലർക്ക് ഇപ്പോൾ കാലഭൈരവൻ്റെ ഗായത്രി ചിലർക്ക് ചെല്ലാൻ പറ്റും, ചിലർ ചിലപ്പോൾ അതല്ലായിരിക്കും. ശിവൻ്റെ മാത്രം ചെയ്താലും മതി. പറഞ്ഞാൽ മനസ്സിലായോ? കാലഭൈരവന് ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലുക, അല്ലെ ചെല്ലണ്ട. ശിവൻ്റെ മാത്രം, ശിവനും ഭദ്രകാളിക്കും കൃഷ്ണനും പറഞ്ഞ കാര്യം ചെയ്താൽ മതി. ശരനൂൽ വിദ്യ ചെയ്താൽ മതി. ശനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി കാലഭൈരവൻ്റെ ഒരു 3 തവണ ജപിക്കണമെങ്കിൽ ജപിച്ചാലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും എല്ലാം ചെയ്യാവുന്ന കാര്യങ്ങൾ, ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ്, അല്ലാതുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. ഇപ്പം ഞാൻ തന്നെ വീഡിയോയുടെ ആദ്യം കുറേ അനുഭവങ്ങൾ പറഞ്ഞല്ലോ, അവിടെയൊക്കെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടായവരാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അതാണ് അത് വേറൊരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതാണ്, അതിനപ്പുറത്തൊന്നുമില്ല. അങ്ങനെയുള്ള ഐശ്വര്യമായ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ നിർത്തുകയാണ്. അതായത് ഇനി 1-2 കാര്യം കൊണ്ട് ശനി കൂടെ പറയാം, എന്നിട്ടൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് വീഡിയോ നിർത്തുകയാണ്. അതായത് കണ്ടകശനി സമയത്ത് വീട് വെപ്പ്, വീട് മെയിൻ്റെനൻസ്, വീട് മാറ്റം, വാഹനം, വിവാഹം, ഇങ്ങനെയുള്ള മംഗളകാര്യങ്ങളും നടക്കും കേട്ടോ. സംശയമൊന്നും വേണ്ട, അങ്ങനെയുള്ള മംഗളകാര്യങ്ങളും നടക്കും. ഇനി കണ്ടകശനി സമയത്ത് വീട് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ കടബാധ്യതകൾ പിന്നെ കുറേ ഉണ്ടായ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകാം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. കണ്ടകശനി സമയത്ത് ഒരു വിവാഹം നടക്കുന്നു, ചിലപ്പോൾ അത് പിന്നീട് കുറേ സ്ട്രഗിളിങ് ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ എങ്കിലും ശനി ആത്യന്തികമായിട്ട് നല്ലതേ തരത്തുള്ളൂ. അപ്പം കണ്ടകശനി സമയത്ത് നല്ല കാര്യങ്ങൾ നടക്കും, സംശയമൊന്നും വേണ്ട. അല്ല ശനി സമയത്ത് മൊത്തം മോശമായ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. അതുപോലെ തന്നെ ശനി ഇപ്പം നമ്മളെ ഒരു ഇന്ന വയസ്സ് തൊട്ട് ഇന്ന വയസ്സ് വരെ ആ ശനി ആ ശനിയുടെ സ്വാധീനം ഉണ്ടാകുമെങ്കിൽ അതിന് 6 മാസം മുമ്പ് തൊട്ടേ ശരിക്കും ശനി എടുക്കും, കുറച്ച് മുമ്പേ ശനി എടുക്കും. അതുപോലെ തന്നെ നമ്മളെ ശനി ദശ അല്ലെങ്കിൽ കണ്ടകശനി ദശ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ടകശനി ആയിക്കോട്ടെ, ഏഴശനി ആയിക്കോട്ടെ, അത് തീരാറാകുമ്പോഴത്തേനും ശനി വലിയ ദോഷം ചെയ്യത്തില്ല. ആദ്യം കുറച്ച് പ്രതിസന്ധി ചിലപ്പോൾ ഉണ്ടാക്കാം, മൊത്തം ശനി ദോഷം ചെയ്യത്തില്ല. ശനി പോകുമ്പോൾ നല്ലത് തന്നിട്ടേ പോകത്തുള്ളൂ. സത്യമുള്ള ഈശ്വരനാണ് ശനി. അപ്പോൾ ശനിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ശനിദശയിൽ നല്ല കാര്യങ്ങൾ നടക്കാം, അല്ലെങ്കിൽ ഏഴരശനി കണ്ടകശനി ഇങ്ങനെ ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന സമയത്തും നല്ല കാര്യങ്ങൾ നടക്കാം. ജാതകത്തിൽ ശനി പ്രതികൂലമായവർക്ക് ഗോചരത്തിൽ ശനി ഏഴരശനി കണ്ടകശനി ഒക്കെ വരുമ്പോൾ കൂടുതൽ ചിലപ്പം സ്ട്രഗിളിങ് ഉണ്ടാകാം. ജാതകത്തിൽ ശനി അനുകൂലമാണെങ്കിൽ അത്രയും പ്രതിസന്ധി ഉണ്ടാകണമെന്നില്ല. ഇനി ശനി എങ്ങനെ നിന്നോട്ട് അതിനെ അനുകൂലമാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഈശ്വരീയമായ കാര്യങ്ങളാണ്, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ശരനൂൽ വിദ്യ ശിവൻ്റെ സൂക്ഷ്മവിദ്യയാണ് പറഞ്ഞു തന്നത്, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക. ശനി ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുലർക്കാലം എഴുന്നേറ്റ് ഈശ്വരനെ വിളിക്കണം. ഈ പിന്നെ ഒരു 10-11 മണി വരെ കിടന്ന് ഉറങ്ങരുത്, ആലസ്യം പാടില്ല. ശനി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരെ ശനി പെട്ടെന്ന് കരക്കയറ്റും. അതുകൊണ്ട് നിങ്ങൾ പുലർക്കാലം എഴുന്നേറ്റ് ശനിയെ വിളിക്കണം. നിങ്ങളുടെ ജോലികൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യണം. അങ്ങനെയുള്ളവരെ ശനി ഒരിക്കലും ഉപദ്രവിക്കത്തില്ല. അങ്ങനെ ശനിക്ക് ചില നിഷ്ഠകളുണ്ട്. ശനി അത്യുത്സാഹത്തോട് പ്രവർത്തിക്കുന്നവർ കൂടെ എപ്പോഴും ശനി ഉണ്ടായിരിക്കും, അവരെ ഉപദ്രവിക്കത്തില്ല. അങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് ശനിക്ക്.
ഇത് നിങ്ങൾ അറിയണം. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ പാലിക്കണം, ഒരു സമയനിഷ്ഠ പാലിക്കണം, തൊഴിലിനോട് നീതി കാണിക്കണം, അച്ഛനമ്മമാരോട് നിങ്ങളുടെ ആ സത്യസന്ധമായ നിങ്ങളുടെ ആ ധർമ്മങ്ങൾ നിങ്ങൾ നിറവേറ്റണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശനി വലിയ സമ്പത്ത് തരുമെന്ന് മാത്രമല്ല, അത് നിലനിൽക്കും. നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശനി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശനിയെക്കുറിച്ച് അറിയണം, അപ്പോഴേ അത് പരിപൂർണമാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ നിർത്തുകയാണ്. ഡോക്ടർ സോണിയ ചെറിയാൻ്റെ അവർ പട്ടാളത്തിൽ ലെഫ്റ്റനൻ്റ് കേണലായിരുന്നു, ഡോക്ടറായിരുന്നു. അവരുടെ ഒരു ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ഞാൻ യാദൃശ്ചികമായി വായിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അവരുടെ ഓർമ്മക്കുറിപ്പുകളാണ്, അവരുടെ അനുഭവം കുറിപ്പുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ ഒരു അനുഭവം പറയുന്നുണ്ട്. അതായത് നാഗാലാൻഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് കെത്തോ എന്ന് പറയുന്ന ഒരു മെസ് ബോയ് ഉണ്ടായിരുന്നു. ആ മെസ് ബോയെ കെത്തോയ്ക്ക് ചെറുപ്പത്തിൽ ഒരു പ്രണയമുണ്ടായിരുന്നു. അതിൻ്റെ ആ പെൺകുട്ടിയുടെ പേരാണ് ലെനോ. ഞാൻ യാദൃശ്യമായി വായിച്ചതാണ്. എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ തോന്നി, അത് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ആ കെത്തോ ചെറുപ്പം തൊട്ട് സ്നേഹിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ലെനോ. ഇത് ഓർമ്മക്കുറിപ്പ് അവരുടെ അനുഭവത്തിൽ നടന്ന കാര്യങ്ങളാണ്. അവരുടെ ആ ജോലി ചെയ്ത സമയത്ത് അവിടെ നടന്ന കാര്യമാണ്. അപ്പം ലെനോയെ കെത്തോ ചെറുപ്പം മുതലേ സ്നേഹിച്ചു. അങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോൾ ലെനോയ്ക്ക് വേറെ ഒരാളോട് പ്രണയം തോന്നി. നമുക്കങ്ങനെയാണല്ലോ പലപ്പോഴും. നമ്മൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമ്മളെ അതുവരെ സ്നേഹിച്ചവരൊക്കെ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ചെറുതാകുന്നതായിട്ട് നമുക്ക് തോന്നും. അത് അവരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും. അങ്ങനെ ലെനോയ്ക്കും വേറെ ആളോട് ഇഷ്ടം തോന്നി. കെത്തോയെ ചെറുപ്പം മുതൽ സ്നേഹിച്ച കെത്തോയെ ലെനോയ്ക്ക് ചിലപ്പം പോരെന്ന് തോന്നി കാണുമായിരിക്കും. അത് ഞാൻ എൻ്റെ ഒരു മനസ്സിലെ ഉദ്ദേശം പറഞ്ഞതാണ്. എന്തായാലും കൊള്ളാം, ലെനോ വേറെ ഒരാളെ കല്യാണം കഴിച്ചു. അതാണ് അതിൻ്റെ അകത്ത് നടന്ന കാര്യം. എന്നിട്ട് ലെനോ കല്യാണം കഴിച്ച അയാൾക്ക് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗമുണ്ടായിരുന്നു. അവർക്കൊരു കുട്ടിക്കും ഉണ്ടായി. അപ്പം ലെനോയും ആ ലെനോയുടെ ഭർത്താവ് എയ്ഡ്സ് വന്ന് മരിച്ചു. ഈ കുട്ടിക്കും ആ എയ്ഡ്സ് ആയിട്ട് അതിനെ വേറെ ഒരു പരിപാലിക്കുന്ന ഒരു സ്ഥലത്താക്കിയിരിക്കുകയാണ്. അപ്പോഴേ ഈ കെത്തോയോട് വണ്ടിയിൽ പോകുമ്പോൾ ഇതെഴുതിയ ഓർമ്മക്കുറിപ്പ് എഴുതിയ ആ ഒരു മഹത് വ്യക്തി ഡോക്ടർ സോണി ചെറിയാൻ അവർ ചോദിച്ചു, കെത്തോ വിവാഹം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കെത്തോ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ഞാൻ ആ ലെനോയുടെ കുട്ടിയെ എപ്പോഴും കാണാൻ പോകും. ആ കുട്ടിയെ കെത്തോയെ സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ കെത്തോ അത് തിരുത്തി പറഞ്ഞിട്ടില്ല. ആ കുട്ടിയെ കാണാൻ പോകും, അതിന് പല കാര്യങ്ങളും അതിനെ നോക്കും, അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കെത്തോയാണ്. അതിനുവേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് ഈ കെത്തോ പറയുന്നു. അപ്പോഴെനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഈ കെത്തോയെ എല്ലാവരും ഒരു കഴിവില്ലാത്തവനും അവർ മെസ് ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു കഴകത്തില്ലാത്തവനും കഴിവില്ലാത്തവനും ഒക്കെ ആയിട്ട് പലരും കണക്കാക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആ കെത്തോയെ വേണ്ടെന്ന് വെച്ച ആ ചെറുപ്പകാലത്തിലെ ആ സ്നേഹിതയായിരുന്ന ആ കുട്ടി അത് കെത്തോയെ വേണ്ടെന്ന് വെച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് അവർ രണ്ടും മരിച്ചു പോയപ്പം ആ കുട്ടി അനാഥമായപ്പോൾ സ്വന്തം ജീവിതം വേണ്ടെന്ന് വെച്ച് ആ കുട്ടിയെ നോക്കാൻ കാണിച്ച ആ മനസ്സ് എത്ര ഒരു വലിയ മനസ്സാണെന്ന് വിചാരിക്കും. പക്ഷെ അയാളൊരു സാധാരണക്കാരനാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ വലിയ കാര്യപ്രാപ്തിയോ കഴിവോ ഒന്നും ഇല്ലാത്തൊരു സാധാരണക്കാരൻ. അപ്പോഴെനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അത് യാദൃശ്യമായിട്ടാണ് ആ പുസ്തകം വായിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ എത്രയോ ആളുകളുണ്ട്. അതായത് അവർ വലിയ മനസ്സുള്ളവരായിരിക്കും, പക്ഷെ അവർക്ക് വലിയ സാമർഥ്യമോ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞ് സ്ഥാപിക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കാര്യം പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരുടെ ഒരു അഭിനന്ദനം കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്ത് കാണിക്കാനോ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ വളരെ വലിയ മനസ്സുള്ള നമ്മളൊന്നും അല്ലെന്ന് വിചാരിക്കുന്ന ഒന്നിനും കൊള്ളത്തില്ലെന്ന് വിചാരിക്കുന്ന എത്രയോ നല്ല ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കുക. അവർക്കെല്ലാം എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. അവരെല്ലാം ഹൃദയം കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള നല്ല മനസ്സുള്ള
എത്രയോ ആളുകൾ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അവരെ ഒന്ന് ഒരുപക്ഷെ നമ്മൾ വെറും നിസ്സാരക്കാരായിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ കഴിവില്ലാത്തവരായിട്ടായിരിക്കും. പക്ഷേ അവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന എത്രയോ നല്ല മനസ്സുള്ള ആളുകളുണ്ടെന്നറിയാമോ? അവർക്കൊക്കെ വേണ്ടി ഞാൻ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഈശ്വര, ഭഗവാനെ, പരമേശ്വര, അവരുടെയൊക്കെ ജീവിതത്തിൽ ഭഗവാനെ ജന്മാനുജന്മങ്ങളിൽ പോലും ആ ഈശ്വരീയത നിറയ്ക്കണമേ. അവരെയെല്ലാം ഭഗവാന്റെ കൃപാകടാക്ഷം എന്നും ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ ചിലപ്പം മോശക്കാരെന്ന് വിചാരിക്കുന്നവർ പലരും വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, വലിയ മനസ്സുള്ളവരായിരിക്കും, നമ്മൾക്കൊരിക്കലും പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും. ആരെയും മോശക്കാരെന്ന് വിചാരിക്കരുത്. നമ്മൾ പലപ്പോഴും പലരെയും കഴിവില്ലാത്തവരും അല്ലെങ്കിൽ വലിയ ജോലിയില്ലാത്തവരും എന്നൊക്കെ ആ ഒരു രീതിയിൽ അവരെ ഒന്നിനും കൊള്ളാത്തവരെന്ന് ചിലപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി വെച്ച് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ പലരും ചിലപ്പം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, വലിയ മനസ്സുള്ളവരായിരിക്കാം. അതുകൊണ്ട് അതൊരു വായിച്ചപ്പോൾ എനിക്ക് അതൊരു തിരിച്ചറിവായിട്ട് തോന്നി. അപ്പം നമ്മൾ സമൂഹത്തിൽ ഇനിയും പലരെയും കണ്ണോടിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. അവരിൽ പലരും ഒരുപാട് നല്ല മനസ്സും നല്ല കാര്യങ്ങളും ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. ആരും ചെറിയവരല്ല, ആരും മോശക്കാരുമല്ല. ഒരാളുടെ ജോലി കൊണ്ടോ ഒരാളുടെ പെരുമാറ്റം കൊണ്ടോ ഒരാൾ നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതുകൊണ്ടോ പ്രസംഗിക്കുന്നതുകൊണ്ടോ ഒന്നും ഒരാളെ അളക്കാൻ പറ്റത്തില്ല. അതെപ്പോഴും ഓർത്തുകൊള്ളുക. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ മിണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ദരിദ്രനായിട്ട് കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ എന്നാ പറഞ്ഞാലും മറുപടി പറയാത്ത, നിങ്ങൾക്ക് കഴകത്തില്ലെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമർഥ്യമില്ലെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് കഴിവില്ലെന്ന് തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളറിയാതെ, നിങ്ങൾക്കറിയാൻ വയ്യാത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കും, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളൊരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരെയും നമ്മൾ ആ രീതിയിൽ കാണാൻ ശ്രമിക്കുക. നമുക്ക് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ചില കാഴ്ചപ്പാടുകൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. വളരെ ഹൃദയസ്പർശി ആയതുകൊണ്ട് വായിച്ച ഒരു ഭാഗം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സമൂഹത്തിലേക്ക് കണ്ണോടിച്ച് നോക്കിയപ്പം അങ്ങനെയുള്ള പലരും നമ്മൾ ലെനോ ഒരുപാട് കൂടുതൽ വളർന്നപ്പം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വളരുമ്പം നമ്മളെ സ്നേഹിച്ച പലരും ചെറുതാകുന്നതായിട്ട് നമുക്ക് തോന്നും. അത് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മളെ പഠിപ്പിച്ചവരെ, നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നവരെ, നമ്മളെ സഹായിച്ചവരെ ഒക്കെ നമ്മൾ നല്ലൊരു നിലയായി കഴിയുമ്പോൾ അവരൊക്കെ ചെറുതാകുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. അങ്ങനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. പക്ഷെ അവരൊക്കെ ചെറുതാകുമല്ല, വലുതാകുന്നതായിട്ടാണ് തോന്നുന്നത്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സങ്കുചിത ചിന്താഗതി കൊണ്ടാണ്. അതാണ് എൻ്റെ മനസ്സിൽ പോയൊരു ചിന്ത. അതാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം വളരെ പ്രായമുണ്ട്. ഇപ്പോഴും അദ്ദേഹം പോയി പുല്ല് എത്തിക്കൊണ്ട് വന്ന് പശുവിന് കൊടുത്ത് ആ പശുവിനെ കൊണ്ട് അദ്ദേഹം ജീവിക്കുന്ന, അദ്ദേഹവും വൈഫും. പക്ഷെ അദ്ദേഹം ചെറുപ്പം മുതലേ അധ്വാനിച്ച് മക്കളുണ്ട്, മക്കളെല്ലാം വലിയ നിലയിലായി. അപ്പം വല്ലപ്പോഴും ഒക്കെ കാണാൻ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മക്കൾ വലിയ ആളായപ്പം അവർ വിചാരിക്കുന്ന അവരുടെ കഴിവ് കൊണ്ടാണ്, അവരുടെ ബുദ്ധി കൊണ്ടാണ് മാത്രം അവർ ആ നിലയിലെത്തിയത് എന്നുള്ള ഒരു ധാരണ കൊണ്ട് അവർ വളരെ വലുതായി. അപ്പോൾ അവരുടെ ചുറ്റുമുള്ള അവരെ വളർത്തിയ ആ മാതാപിതാക്കളൊക്കെ ഇവരുടെ മുന്നിൽ ചെറുതായി. അതുകൊണ്ടാണ് മാതാപിതാക്കളെ വലുതായിട്ട് വർഷത്തിലോ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അവർ അത് വല്ലപ്പോഴും ഒക്കെ വരും, നോക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും പുല്ലി എത്തിപ്പോയി പശുവിനെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ വലുതാകുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരല്ലെങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നവർ ഒരിക്കലും ചെറുതാകരുത്. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ചെറുതായാൽ അതൊരു ഈശ്വര നിന്ദയാണ്. അതിന് നിങ്ങൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും, എത്ര വഴിപാട് ചെയ്താലും, എത്ര പ്രായശ്ചിത്തം ചെയ്താലും അതിന് പരിഹാരമാകത്തില്ല. അത് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.